With his dashing look, you look absolutely magnificent. Tonight, we witness the blossoming romance between Colin and Sneha. For those who don't know, Madaram Web denotes sweet chase in Malayalam, symbolizing the playful pursuit of love. And chase these two lovebirds did. Colin with his flirting skills and Sneha with her captivating smile, it is clearly love truly knows no bounds. A round of applause for this blossoming love story. Let's start today's program with God's grace. I request Ammu Chechi and Teresa to come forward and share a prayer song. You are my strength when I am weak. You are the treasure that I seek. You are my all in all. Seeing you as a precious gem, Lord, to give up I'd be a fool. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. Taking my sin, my cross, my shame, rising again, I bless your name. You are my all in all. When I fall down, you pick me up. When I am dry, you fill my cup. You are my all in all. Jesus, Lamb of God, worthy is your name. Jesus, Lamb of God, worthy is your name. I request Father George Karakunnal to please come up to the stage and share a prayer with us.
പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ ഈ സ്നേഹ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഈ കുടുംബത്തിൽ ഒന്നുചേർന്ന് ഞങ്ങളുടെ ജീവിതം, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ ഈ സായാഹ്നത്തിൽ ഞങ്ങൾ കോളിൻ്റെ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ സ്നേഹവും സൗഹൃദവും മധുരമായി അനുഭവിക്കുവാനായിട്ട് അങ്ങ് തന്നിരിക്കുന്ന ഈ സായാഹ്നത്തെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും അങ്ങേ മക്കൾ എന്ന നിലയിൽ അങ്ങേ വിളിച്ച് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരയണമേ, ഞങ്ങളുടെ ഏറ്റുകൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ ഏറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുത്, ഇഷ്ടാരുമീതിൽ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്നേഹപിതാവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം ഞങ്ങളുടെ മേലുണ്ടാകുമാറാകണമേ. പ്രത്യേകിച്ച് കോളിൻ്റെ മേൽ ഈ അവസരത്തിൽ അങ്ങയുടെ അനുഗ്രഹം വർഷിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആൻഡ് ബ്ലെസ്സഡ് വൺ ഫോർ ഓൾ ഓഫ് us, God bless you. Before we give the Madaram, let's start with the ceremony ritual. I request Father George and Sister Celine to take the lead. എല്ലാവർക്കും ഈ സായാഹ്ന വേളയിൽ ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹവും ആശസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കോളിൻ്റെ ഈ മധുരം വയ്പിൽ എത്തിയിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകമായി ശാന്തവും സൗമ്യനുമായ ഫ്രാൻസിയെയും എൽസിയെയും ഈ കുടുംബത്തിൻ്റെ എല്ലാമായ അവർക്കും പ്രത്യേകം ഇതിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം ഇന്ന് സങ്കീർത്തനം 118:4 ഇത് കർത്താവ് ഒരുക്കിയ ദിവസമാണ്, ഇന്ന് നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. അതെ, ഈ കുടുംബാംഗങ്ങളെല്ലാവരും ഇന്നേ ദിവസം ഈ ഒരു അവസരത്തിനായി എല്ലാ ചട്ടക്കൂട്ടങ്ങളും ഒരുക്കുകയും എല്ലാവരും ഈ സായാഹ്ന വേളയിലൂടെ എത്തുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടി മംഗളകരമാക്കുവാനായിട്ട് എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ട്. എല്ലാവരെയും ദൈവം പ്രത്യേകമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോളിന് പ്രത്യേകമായി കോളിൻ്റെ വധുവായി സ്നേഹിക്കും ഏറ്റവും സ്നേഹത്തോടെ മധുര സ്മരണകളോടെ ഈ വേളയിൽ ആശംസകൾ നേരുന്നു. പ്രത്യേകം പ്രാർത്ഥനയും ദൈവം പ്രത്യേകമായ അനുഗ്രഹം നൽകട്ടെ. ദൈവം തൻ്റെ ഫിലിപ്പിയ 4:19 പറയുന്നു, ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം നമ്മൾക്ക് നൽകും. ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മെ പരിപാലിക്കും, നമ്മെ സന്തോഷമുളവാക്കും. എല്ലാം ദൈവം ശുഭകരമായിട്ടുള്ളത് മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ. നല്ലവനായ ദൈവം നല്ലത് മാത്രമേ നമുക്ക് നൽകുകയുള്ളൂ എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവാനുഗ്രഹങ്ങളും സ്നേഹിക്കും കോളിനും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെ നാഥന്മാരായ കുടുംബത്തിലെ മരിച്ചുപോയ അപ്പച്ചനും അമ്മച്ചിക്കും, അതുപോലെ തന്നെ എൽസയുടെ ഡാഡിക്കും മമ്മിക്കും എല്ലാവരെയും ഈ തരുണത്തിൽ സ്മരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഇന്നിവിടെ എത്തേണ്ടതായിരുന്നു നാൻസി, മൂത്ത ചേച്ചി എൽസയുടെ വരാൻ പറ്റിയിട്ടില്ല. അവരെയും ഈ തരുണത്തിൽ സ്മരിക്കുന്നു.
ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്ന എല്ലാവരെയും ഈ തരുണത്തിൽ സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ടും ഞാൻ നിർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം. Now, let us start with the Mother and Web ceremony rituals. നമുക്കെല്ലാവർക്കും ദൈവസ്നേഹം വർണ്ണിച്ചിടാം, പാട്ട് പാടാം. ദൈവസ്നേഹം കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര ചോദിച്ചാലും മതി വരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, തീർക്കുവാനേ ജീവിതം പോരാ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കോളിനെ ഞങ്ങൾക്ക് ഈ കുടുംബത്തിൽ മകനായി നൽകിയതിലും വിവാഹബന്ധത്തിലൂടെ ഇപ്പോൾ അവനെ ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് വിളിക്കുന്നതിലും ഞങ്ങൾ അങ്ങേക്ക് പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. അങ്ങയുടെ കാരുണ്യാതിരേകത്തെ ഈ കുടുംബത്തിൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികളോടൊപ്പം എല്ലാ കുടുംബാംഗങ്ങളോടൊപ്പം ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കോളിൻ സ്നേഹയോടൊപ്പം ആരംഭിക്കുവാൻ പോകുന്ന ദാമ്പത്യ ജീവിതം മധുരതരവും ക്ലേശരഹിതവുമായി തീർത്തുകൊണ്ട് അനുഗ്രഹസമ്പന്നമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് ഇടവരുത്തണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. നമുക്കൊരുമിച്ച് പാടാം 2 വരിപ്പാട്ടുകൾ മാത്രം. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായ്ക്കും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും Thank you, Father. Thank you. Now that Colin Chada is drenched in sweet prayer, I'm sure he will love to share it with Sneha Chichi. And since we are sitting here freely, might as well share it with us. Let us start with Francie uncle and family. മധുരം വെക്കട്ടെ. മധുരം വെക്കട്ടെ. മധുരം വെക്കട്ടെ.
എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടും അനുവാദത്തോടും കൂടി ഞങ്ങൾ മധുരം വെപ്പ് കർമ്മത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ അമ്മ റോസ്മ ടീച്ചറുടെ ഭാഗത്തു നിന്നാണ് എനിക്ക് സെലിൻ ചേച്ചിയായിട്ട് ബന്ധം. വീട്ടിൽ സെലിൻ ചേച്ചി വന്നപ്പോൾ സെലിൻ ചേച്ചിയുടെ സാന്നിധ്യത്തിൽ ഞാൻ എൻ്റെ അമ്മ റോസമ്മ ടീച്ചറോട് ചോദിച്ചു, മമ്മി, ഈ ഒരു വീട്ടിൽ ഒരു അച്ഛനുണ്ടെങ്കിൽ അച്ഛനുള്ളതും ആനയുള്ളതും ഒരുപോലെയാന്ന് പറയും. ഈ ഒരു വീട്ടിൽ ഒരു അമ്മയുണ്ടെങ്കിൽ അതിൻ്റെ എക്വലൻസ് എന്താന്ന് ചോദിച്ചു. അപ്പോൾ മമ്മി പറഞ്ഞത്, ഒരു വീട്ടിലൊരു അമ്മയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റർ ഉണ്ടെങ്കിൽ ഒരു സ്വർണ്ണക്കണ്ണിയാന്നാണ് പറഞ്ഞത്.
സ്വർണ്ണക്കനിയാണ് ആ കുടുംബത്തിന്. ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹങ്ങളുടെയും സ്വർണ്ണക്കനിയാണ് ഒരു കുടുംബത്തിൽ ഒരു അമ്മയുണ്ടാകുക എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ ഓറ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഇങ്ങനെ ഇവർ പോകുമ്പോഴത്തേന് മഞ്ഞ വെളിച്ചം ഉള്ള ആ ഓറ, അത് ഞാനൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും പറഞ്ഞു, അതങ്ങനെ കാണുന്നതല്ല, അത് ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. നിനക്കൊരു സിനിമയ്ക്ക് പോകണമെങ്കിൽ നീ നാൻസി ചേച്ചിയോട് ചോദിക്കുമോ സെലിൻ ചേച്ചിയോട് ചോദിക്കുമോ? ഞാൻ പറഞ്ഞു, ഞാൻ നാൻസി ചേച്ചിയോട് ചോദിക്കും. നീ സെലിൻ ചേച്ചിയോട് ചോദിക്കത്തില്ലോ. നിനക്ക് പൊറോട്ടയും ബീഫും വേണമെങ്കിൽ നീ മരിയ ചേച്ചിയോട് ചോദിക്കുമോ സെലിൻ ചേച്ചിയോട് ചോദിക്കുമോ? ഞാൻ മരിയ ചേച്ചിയോട് ചോദിക്കും, സെലിൻ ചേച്ചിയോട് ചോദിക്കുകയല്ലോ ഇല്ല. നിനക്ക് സ്കൂളിൽ ഒരു പ്രസംഗം പറയണം, നീ അനന്ത ചേച്ചിയോട് ചോദിക്കോ, അത് എൽസി ചേച്ചിയോട് ചോദിക്കോ, സെലിൻ ചേച്ചിയോട് ചോദിക്കോ? സെലിൻ ചേച്ചിയോട് ചോദിക്കും. അപ്പൊ ലൗകികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത് ഒരു സൈഡില്. ആ ദൈവാനുഭവങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ വരുന്ന അതിനെല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് നമ്മുടെ കുടുംബത്തിലുള്ള അച്ഛന്മാരെ അമ്മമാരെയാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു സ്വർണ്ണക്കനിയും അതുപോലെ ആ ഓറയുള്ള നമ്മുടെ കുടുംബത്തിൽ ആ ഓറയുള്ള സെലിൻ ചേച്ചി നമ്മുടെ ഇടയിൽ ആഗതരായിരിക്കുന്ന ഇവിടെ നമ്മുടെ സന്നിധിയിലുണ്ട്. ആ സമയത്ത് ഇതുപോലെ ലൗകികമായിട്ടുള്ള ഒരു സിമ്പല്, ഈവൻ കട്ടിങ് ദ കേക്ക്, അതും അപ്രോപ്രിയേറ്റ് അല്ല. എന്നാലും നമ്മുടെ ഈശോ മിശിഹ നമ്മൾ മനുഷ്യരായിട്ടുള്ള നമ്മുടെ ഇടയിലേക്ക് വന്നിറങ്ങി. അതിന്റെ കാര്യം അദ്ദേഹവും നമ്മുടെ പോലെ മനുഷ്യപുത്രനാണ്. നമ്മുടെ കുടുംബത്തിൽ പിറന്ന ഒരു മോളാണ്, സഹോദരിയാണ്, അമ്മയാണ് നമ്മുടെ ഇവിടെ സന്നിഹിതയായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ദൈവാനുഭവം, അതേ ദൈവാനുഭവം ഈശോ മിശിഹ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്ന അതേ ദൈവാനുഭവം നമുക്ക് സെലിൻ ചേച്ചിയുടെ പ്രസൻസ് കൊണ്ട് നമുക്കിവിടെ കിട്ടുകയാണ്. ഇത് ഇങ്ങനെയുള്ള ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് വാരിക്കോരി തന്നുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തില് സ്വർണ്ണക്കനിയായിട്ട് ഓറയുള്ള ദൈവത്തിന്റെ മുഴുവൻ വരദാനങ്ങളും ഞങ്ങൾക്ക് പൈപ്പിൽ വെള്ളം ഒഴുക്കുന്ന പോലെ ഒഴുക്കി തരുന്ന സെലിൻ ചേച്ചിക്ക് എല്ലാവിധ ജന്മദിനാശംസകളും. ആൻഡ് വിത്ത് മീ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു dear Selin ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു പ്രിൻസ്. എനിക്ക് ഇച്ചിരി പറയാനുണ്ട്. നമ്മുടെ റോസമാൻറ്റി നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ദൈവികമായ ഒരു ചിന്തയും കാഴ്ചപ്പാടുമുള്ള ഒരു മമ്മിയായിരുന്നു എല്ലാവർക്കും. അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ. മമ്മി ഒരു ടീച്ചറായിരുന്നു. അതുപോലെ മമ്മിയുടെ വീട്ടിലൊക്കെ വരുമ്പോൾ എന്നെയും കൂട്ടിയായിരുന്നു ഞങ്ങള് അമ്മ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ആ മമ്മി എല്ലാ പിള്ളേരെയും ഒത്തിരി സ്നേഹത്തോടെ വാത്സല്യത്തോടെ പരിചരിക്കുന്നതും പരിപാലിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു സിസ്റ്ററായി കഴിഞ്ഞപ്പോൾ അതിൻ്റെ എന്നോടുള്ള ബഹുമാനവും ആ മമ്മിയുടെ ആ സ്നേഹവും വാത്സല്യവും ഒന്ന് പ്രത്യേകം തന്നെയായിരുന്നു. എല്ലാവരെ പോലെ മാത്രമല്ല, ആ മമ്മിക്ക് പ്രത്യേകമായൊരു വാത്സല്യവും സ്നേഹവും എന്നോട് കാണിച്ചിട്ടുണ്ട്. മക്കളുടെ ഓരോ മക്കളുടെ ആയാലും കൊച്ചുമക്കളുടെ ആയാലും അവരുടെ ഓരോ വഴിത്തിരിവില് അല്ലെങ്കിൽ അവരുടെ ഭാവി ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകൾ എല്ലാം വരുമ്പോൾ സെലിൻ ചേച്ചിയോട് അത് ഉദാഹരണത്തിനായിട്ട് ആദ്യത്തെ കല്യാണം നടന്നപ്പോൾ തന്നെ സെലിൻ ചേച്ചിയോട് പറഞ്ഞു, പോകാനായിട്ട് അവർ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ എന്നെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ അതിനോട് അപേക്ഷയൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവർ എപ്പോഴും പോകാറുള്ളത്. ഈ കൊച്ചുമോൻ ഇപ്പം പോളിൻ ഒരു ആഗോളതലത്തിലുള്ള ഒരു പാട്ടിൻ്റെ ഒരു അവസരമുണ്ടായി. അപ്പോൾ ബെന്നാണ് അവസരം ഉണ്ടായത്. ബെന്നിൻ്റെ കൂടെ പോളിനും ആ പാട്ട് പഠിച്ചു. അവർ വിദേശത്ത് പോയി ആ പാട്ട് പാടി ഫസ്റ്റ് പ്രൈസ് വാങ്ങി. അപ്പോൾ അതവർ പോകുന്നതിന് മുമ്പ് തൊട്ട് മുമ്പ്
പോലെ എന്നോട് വിളിച്ച് ഈ പ്രാർത്ഥനയുടെ ആവശ്യം അവർ ചോദിച്ചു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞ അവരെ ആശംസകൾ, പ്രാർത്ഥനാശംസകളോടെ കേട്ടോ. അവർക്ക് അതിൽ ഏറ്റവും നല്ല ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടി. അവർ അതിനകത്ത് വിജയിച്ചു. ഇതുപോലെ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ആ മിച്ചി ഇങ്ങനെ ആ കുടുംബത്തിലെ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ എപ്പോഴും മക്കളെ വളർത്താനും, അതുപോലെ തന്നെ മറ്റു അച്ഛന്മാരെ ആയാലും സിസ്റ്റർമാരെ ആയാലും പ്രിൻസ് പറഞ്ഞതുപോലെ അവരെ ബഹുമാനിക്കാനും ആദരിക്കാനും വളരെ ഉത്സാഹം കാണിച്ചിരുന്നു. പ്രിൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ, പ്രിൻസിന്റെ കാര്യം എന്നോട് മമ്മി ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രിൻസ് എന്നാ പഠിക്കാൻ പോയ എന്തതിന് അവിടെ പഠിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് മമ്മിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രിൻസിനെ എങ്ങനെയെങ്കിലും ഒരു അച്ഛനാക്കണമെന്ന്. പക്ഷെ പ്രിൻസിന് അതിനല്ല ദൈവവിളി കിട്ടിയിരുന്നത് മറ്റൊരു വിളിക്കായിരുന്നു. പ്രിൻസ് അവിടെ ആയാലും പോയി വളരെ വിജയം നേടിയപ്പോഴൊക്കെ മമ്മി എന്നോട് പ്രിൻസിന്റെ കാര്യത്തിൽ ഒത്തിരി പറയായിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കൊരു പ്രതീക്ഷയുള്ളത് പ്രിൻസാണ്. ഇനി ബാക്കി എല്ലാവരുടെയും കാര്യം കഴിഞ്ഞു, പ്രിൻസിന്റെ കാര്യം അതിന് കഴിയാനുള്ള, അപ്പൊ പ്രിൻസ് ആയിരിക്കും എന്നുള്ള ഒരു ആഗ്രഹം എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പ്രിൻസിനുള്ള ഒരു ദൈവവിളി ഇതായിരുന്നു ദൈവം നിശ്ചയിച്ചു വെച്ചിരുന്നത്. അത് പ്രിൻസ് സ്വീകരിച്ചു, അതിൽ അനുഗ്രഹം കണ്ടു. അതുപോലെ തന്നെ പ്രിൻസ് ഒരു പ്രാവശ്യം ഡാഡിയോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. ഡാഡി, ഞാൻ ഇങ്ങനത്തെ ഉള്ള ഒരു അവസരത്തിൽ അതിൻ്റെ വലിയ ഉയർന്ന സ്റ്റേജിലായിട്ട് അവർ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അവരുടെ ഡ്യൂട്ടിയിൽ ഒരു ചെയ്യേണ്ട ക്രമങ്ങളൊക്കെ വരുമ്പോൾ, ഷൂട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വരും, മനുഷ്യരെയൊക്കെ ചിലപ്പോൾ ഷൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡാഡി, ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, ഷൂട്ട് ചെയ്യുന്നത് തെറ്റല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഡാഡി അവനോട് പറഞ്ഞു കൊടുത്തു, അത് തെറ്റല്ല, നിന്റെ ജോലിയാണ്, ഡ്യൂട്ടിയാണ്, അത് രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അത് ക്ഷമിക്കും, അതുകൊണ്ട് നീ ഒരു കുഴപ്പമില്ല, നീ ആ പറയുന്നത് പോലെയൊക്കെ ചെയ്ത് അതിൻ്റെ ആ ജോലി സ്ഥലത്ത് വിജയിക്കുക എന്ന് ഡാഡിയാണേലും പറഞ്ഞു കൊടുത്തു. അതുപോലെ ഡാഡിയും മമ്മിയും ഒത്തിരി നമ്മുടെ ഒരു കുടുംബ പ്രാർത്ഥന ഡാഡിയുടെ ഞാൻ ഓർക്കുകയാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ മക്കൾക്ക്? അന്ന് ആ പ്രാർത്ഥന എല്ലാവരും കൂടെ കൂടി ഒന്നും ചെയ്യില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ കേക്ക് മുറിക്കാം. ഒരു കുടുംബത്തെയും ജീവിതത്തെയും അവിടുന്ന് സ്ഥാപിച്ച് അനുഗ്രഹിച്ചിട്ടുള്ളതാണെന്ന് ഓർക്കണേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബം പോലെ ഞങ്ങളുടെ കുടുംബത്തെ ആക്കണമേ. പ്രാർത്ഥനയും അധ്വാനവും സത്യവും നീതിയും സ്നേഹവും സമാധാനവും കുടുംബങ്ങളുടെ അലങ്കാരവും കുടുംബങ്ങളുടെയും കാത്തുപരിപാലിച്ച് സകലതമ്മിൽ ഹൃദയചർച്ചയും ഒന്നിപ്പും ഐക്യവും നൽകണമേ. ആത്മീയവും ലൗകികവുമായ എല്ലാവിധ നന്മകളെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ മറിയത്തെയും വിശുദ്ധ യൗസേപ്പിനെയും പോലെ സകല ദമ്പതിമാരും തമ്മിൽ സ്നേഹിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും സഹിച്ചും കുടുംബത്തിലെ സുഖദുഃഖങ്ങൾ ഒരുപോലെ അനുഭവിക്കാൻ ഇടയാക്കണമേ. സഭയ്ക്കും സമുദായത്തിനും കുടുംബത്തിനും യോഗ്യരായ പൗരന്മാരെയും വൈദിക സന്യാസികളെ നൽകുവാൻ നല്ല മാതാപിതാക്കന്മാരെയും കുടുംബങ്ങളിൽ വളർത്തണമേ. കൊച്ചുകുട്ടികളെ ഒരിക്കൽ അനുഗ്രഹിച്ച കർത്താവേ, ഇപ്പോഴും അവരെ ആശീർവദിക്കണമേ. ബാലന്മാരെ അവരുടെ ശുദ്ധിയിൽ കാത്തുകൊള്ളണമേ. ബോധത്തെയും മനസ്സിനെയും നേർവഴിക്ക് തിരിക്കണമേ. പുണ്യത്തിലും പഠനത്തിലും അവരെ വളർത്തണമേ. തക്ക കാലത്തിൽ അവരെ തക്കത്തിൽ പ്രവേശിപ്പിക്കാൻ അവരെ യോഗ്യരാക്കണമേ. ഞങ്ങളെപ്പോഴും ഞങ്ങളുടെ വാർദ്ധക്യ കാലത്ത് ഞങ്ങളുടെ സങ്കേതവും സഹകരണവും ദൈവദ്രോഹികളും കുടുംബദ്രോഹികളുമായി തീരാതെ അവരെ കാത്തുപരിപാലിക്കണമേ. ഈശോയുടെ സ്നേഹമേ,
വൃദ്ധന്മാർ, വൃദ്ധകൾ, രോഗികൾ, പീഡിതർ, അഗൗരവർ, അവിവാഹിതർ, ദരിദ്രർ എന്നിവരെയും കാത്തു പരിപാലിക്കണമേ. കരുണ നിറഞ്ഞ ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും ബന്ധുക്കളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. ഇത് പൂർവികര് തൊട്ട് മമ്മിയുടെ ഗ്രാൻഡ് ഫാദേഴ്സ് തൊട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയാണ്. മമ്മി മാത്രം അത് കുടുംബത്തിലെ എല്ലാവരെയും പഠിപ്പിച്ചു. ബാക്കി ആരും ഇത് എൻ്റെ വീട്ടിലും ചെല്ലുന്നുണ്ട്, എല്ലാവരും ചെല്ലുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അമ്മയൊക്കെ ഇത് കാണാതെ തന്നെ ചെല്ലുമായിരുന്നു. അവരെല്ലാവരും ചെല്ലുമായിരുന്നു ഇത് കാണാപ്പാടം. അപ്പം എല്ലാവർക്കും ഒത്തിരി നന്ദി. അത് എല്ലാ ദിവസവും കുടുംബത്തിൽ നിങ്ങളത് ചൊല്ലി പ്രാർത്ഥിക്കണം. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. കല്യാണത്തിന്റെ അഡ്വൈസ് ചോദിക്കാൻ അവര് ഈ മുറിയിലെ ഏറ്റവും കല്യാണ എക്സ്പീരിയൻസ് കുറവുള്ള ആളെ അവര് വിളിച്ചേക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ പറയാം. സോ I was in the same spot in May last year, and I knew Ammu. We knew each other really well, but we didn't know what married life was going to be like. And you ask like 10 people the same question, you'll get 10 different answers. So the thing you have to do is just jump into it. You have to have faith and just go into it, and it'll have its own it's different, but no one can explain it to you properly because you're getting something that you never knew you wanted. So if you didn't know it's something that you're missing, you wouldn't know to go looking for it. When you're with your partner, you'll feel more complete. It's a different sense of completeness that you'll get. So that is my advice to you. Just go into it with faith, and yeah, let God guide you guys. But yeah, also be there for each other. Another, I think I should say just be you. I think ഞങ്ങളുടെ ഫാമിലി എടുത്ത് നോക്കിയാൽ the four of us, we are actually a very happy family. And growing up, it was a very good experience. And I think that was a lot because of you. You're if you have to think of the different personalities in the family, you are the glue that held our family together. Like, appayum ammaykum enikkum bhayangara oru stubborn personalities are, but like you knew how to handle all of us, how to lighten the situation, and like be happy in each other's presence. And I think that is something that's very important that you can bring into a marriage. And I think Sneha is very lucky that she's found a partner like you who has that. Yeah. So I think that's my speech. Yeah. Thank you, Ben Chattan. Now, we're going to move to the presidency candidate. We have Naveen Chattan, Joe Chattan, and Rosemary Chechi on the lead. ഇവിടെ ആരെങ്കിലും ഗുഡ് പെൺകുട്ടി അല്ലെങ്കിൽ ആങ്കോച്ച് ആരെങ്കിലും എങ്കിലും കല്യാണം നിശ്ചയിക്കാം. ഇനി നമുക്ക് രണ്ട് സഹോദരന്മാരുടെ കുട്ടികളത്തേക്ക് പോകാം. ഞാൻ
കുറുമ്പത്തി ചിരിക്കുമ്പോ ഒരു കുട്ടി കണ്ണുള്ള കുറുമ്പത്തി ചിരിക്കുമ്പോ ചുവക്കുന്ന ചേവന്തി തിരക്കിളി പല്ലക്കിലാലോലം ഇരുന്നുന്ന വരുന്നവരാവോളം ഒരു കുട്ടി കണ്ണുള്ള കുറുമ്പത്തി ചിരിക്കുമ്പോ ചുവക്കുന്ന ചേവന്തി. ഇത് നമ്മുടെ ബെൻചേട്ടൻ കോളിൻ ചേട്ടനാണ്. ഈ കഥ തുടങ്ങുന്നത് കിഴക്കേ വഴിയിൽ രാജവെളിച്ചം പോലെ തിളങ്ങുന്ന ഒരു വീട്ടിൽ നിന്നാണ്. കാരക്കുന്നേൽ. അവിടെ ഇഷ്ടവും മമതയും നിറഞ്ഞ അപ്പൻ ഫ്രാൻസിസിനും അമ്മ എലിസബത്തിനും രണ്ടാമത്തെ മകനായി കോളിൻ ജനിച്ചു. ആ രണ്ടു കുട്ടികളും വളർന്നത് കട്ടിലിരുന്ന് പഠിച്ചോ ചതുരപ്പെട്ടിയുടെ മറിമായങ്ങൾ കണ്ടോ അല്ല, അപ്പന്റെയും അമ്മയുടെയും ജീവിതങ്ങൾ കണ്ട് അനുഭവങ്ങൾ പങ്കുവച്ചാണ്. അപ്പൻ അവരോട് ഇടയ്ക്ക് പറയും, പിള്ളേരെ, എനിക്ക് ശരിയും തെറ്റും പറഞ്ഞു തരാം, പക്ഷേ ശരിയായ വഴി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മനസാക്ഷിയാണ്. അമ്മ പാചകവേളയിൽ പറയും, നിങ്ങൾ വലുതാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് വലുതാകുകയും അവ നഷ്ടപ്പെടുത്തുകയും ചെയ്യരുതെന്ന്. അപ്പന്റെ ചുരുണ്ട ഹസ്താക്ഷരങ്ങളിൽ അവർ എഴുതാൻ പഠിച്ചു. അമ്മയുടെ കൈവച്ച കറിയുടെ രുചിയിൽ ജീവിതത്തിന്റെ ശൈത്യകാലങ്ങൾ പോലും സ്വാദുള്ളതാക്കാൻ അവർ പഠിച്ചു. അപ്പന്റെ വിദ്യയും പരിചരണവുമാണ് കോളിന്റെ ചിന്തകളെ ഉണർത്തിയതെങ്കിൽ അവന്റെ അമ്മ എലിസബത്ത് ആയിരുന്നു അവന്റെ മനസ്സിന് താളവും ചാരുതയും പകർത്തിയത്. അവൾ ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു നാടോടി നർത്തകിയും കൂടെ ആയിരുന്നു. കോളിന്റെ ചെറിയ പ്രായത്തിൽ മഞ്ഞൾ നിറത്തിലുള്ള പാവാടയ്ക്ക് പിന്നിലെ അമ്മയുടെ ചുവടുകൾ അവന്റെ ജീവിതത്തെ താളാത്മകമാക്കി. ജീവിതം നൃത്തം പോലെയാണ്, അതിൽ താളവും ഇടവേളയും വേണം. ഓരോ പദവും നിന്റെ മനസ്സ് അറിഞ്ഞു വെക്കണം, അപ്പ ചൊല്ലി. ചുവപ്പ് കല്ല് മൂക്കുത്തി, ചുരുണ്ട മുടിയിൽ ചേമന്തി, കഞ്ചവങ്കാട്ടിലെ കന്നിപ്പുറത്തിൽ പുലിനഖത്താലി, കഴുത്തിൽ പുലിനഖത്താലി. ചുവപ്പ് കല്ല് മൂക്കുത്തി, മുളങ്കുഴലിൽ മധുരമുള്ള മലന്തേന്, ഏളിക്കൂടത്തിൽ കറന്നു കാട്ടിയ പശുവിൻ പാല്. മുളങ്കുഴലിൽ മധുരമുള്ള മലന്തേന്, ഏളിക്കൂടത്തിൽ കറന്നു കാട്ടിയ പശുവിൻ പാല്. കളിക്കുടന്നയിലെ കിളിമാറാത്ത പനം ഉണ്ട്, ഇലപ്പൊതിയിൽ കടപ്പുറത്തെ മണിക്കൊളുങ്ക്. പഞ്ചവങ്കാട്ടിലെ കന്നിപ്പുറത്തേക്ക് പുലിനഖത്താലി, കഴുത്തിൽ പുലിനഖത്താലി.
1, 2, 3, 4 സുരക്കിന് മുക്കാമുഴം പോട്ടെ മരി കൊഴുന്ന് കവക്കിന് മാട്ടി പൊടിച്ച് വിസ്താകുമാക്കി റസോമാരി അസുഖം കളഞ്ഞല്ലോ. നമുക്കിന്ന് നിർത്താം. രാജമണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്. 1, 2, 3, 4 വിസ്താകുമാക്കി റസോമാരി ജമാക്കിറായ വിസ്താകുനായ വിസ്താകുമാക്കി റസോമാരി ജമാക്കിറായ വിസ്താകുമാക്കി റസോമാരി ജമാക്കിറായ വിസ്താകുമാക്കി റസോമാരി ജമാക്കിറായ വരൂ വരൂ, പാട്ട് കേട്ട് വന്നായിരിക്കും അല്ലേ? അല്ല വർമ്മജി, ഞങ്ങക്ക് ഉറങ്ങാനിപ്പോ പാട്ട് കൂടിയേ തീരുന്നായി. ഉണ്ണിയോടാവുമ്പോ പറഞ്ഞാ മനസ്സിലാവൂല്ലോ. കവിത നന്നായാലേ ഗാനം നന്നാവൂ. ഈയിടെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത ഒരു സാധനം ഉണ്ട്, കേൾപ്പിക്കാം. സഖി 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 വരുന്നീയൻ കിനാവിലൻ ശ്രുതി മീട്ടാൻ അതെ, ഇതുപോലെ വേറൊരു പാട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. ഏതാ? ഇത് തന്നെ. പഠിക്കേ. സഖി സഖി വരുന്നേ. സഖി സഖി കഭി കഭി ലൈലനിൽദേ. പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ കോളിൻ അവനിലെ ഒരു ഡോക്ടർ ആകുക എന്ന ത്വര വ്യക്തമാക്കി. എത്തിപ്പെടാനാവാത്ത ആകാശങ്ങളെ സ്വപ്നം കാണാനല്ല, അതിനെ തൊടാനാണ് അവൻ ഉറപ്പിച്ചത്. MBBS പഠനം പൂർത്തിയാക്കി കേരളം വിട്ട് പഞ്ചാബിലെ പുരാതന മെഡിക്കൽ കോളേജിൽ ഉപരിപഠനത്തിനായി അവൻ ചേർന്നു. ബാല്യകാലത്തെ അനുഭവങ്ങൾ പഞ്ചാബിലെ ജീവിതത്തിന് നിറങ്ങൾ പകർന്നു. दस मैं की प्यार बिचो खटिया, दस मैं की प्यार बिचो खटिया. chum 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 നീ പാടാതെ പാടും പാട്ടിൻ ചണം ചാടും ചന്തം ദിൽ കരദാ മഹാരാജാ ദിൽ കരദാ नहीं लगदा थोड़ी देर नहीं लगदा छम छम चमक छम छम नींदा दिन कुल्लम ये पूरा गम
कोई यहाँ आहा नाचे नाचे, कोई वहाँ आहा नाचे नाचे, सारे हंसी आहा नाचे नाचे, सारे जवां आहा नाचे नाचे। औवा 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 औवा, कोई यहाँ नाचे नाचे, कोई वहाँ नाचे नाचे, सारे हंसी नाचे नाचे, सारे जवान नाचे नाचे। औवा औवा, तुमसे है तुमसे प्यार, औवा औवा, मानो ना मेरे यार, औवा औवा, तुमसे है तुमसे प्यार। மதுரைக்கு போகாதடி அங்க மல்லிப்பூ கண்ட வைக்கும், தஞ்சாவூர் போகாதடி தல ஆட்டாம முன்னடிக்கும், தூத்துக்குடி போனா சில கப்பல்களை கட்டும், குறைங்கானல் போனாங்க மேகம்னு சுத்தம். लेके जाऊंगा दिल तेरा, रोके कोई मुझे, रोके कोई मुझे, तुमका से चाहा सीधा பாக்கு வெத்தல மாத்தி முடிச்சு போய் வந்தாச்சு, பூவை கொடுத்து சேலம் அடிச்சு கொண்டு வந்தாச்சு, கண்டத பேசி டைம் வேஸ்ட் பண்ணாத பையன் தங்கம் மிஸ் பண்ணாத, சாரே சாரே யாரு அள்ளி அள்ளி മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്മാ തർസി നാടിൻ മകനെ പൊന്മകനെ മുത്തയവനെ, ഇന്നും സൂര്യനും ചന്ദ്രനും നയവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സുഭാവകനെ, വന്നവനെ ഭയമേ മാറിപ്പോ നീ അണ്ണൻ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും சொல்ல, ഇവനെ കൊള്ളുവാനായെന്നും കാലം സ്വന്തം പോലും നാടൻ
Shall we? ഓഫായിരുന്ന ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ മോനെ? ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. മനെ ഓ മനെ ബാവ മനെ മനെ നന്ദനെ ഓ മനെ കേടികില്ലാടി റൗഡി നനെ നിസമർച്ചന ലേട്ടനെ അടി 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 പോലെ അടി 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 പോലെ അടി കേൾക്കുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ കുളിര് കൊരുന്ന ഒരു ഐറ്റം ഉണ്ട്. വെറൈറ്റി ആണ്. ജീവനല്ലേ തിരികെ വിട്ടാമല്ലേ തിരികെ വിട്ടാമല്ലേ കിട്ടാമല്ലേ ചേട്ടൻ മണ്ണല്ലേ ചേട്ട ചെയ്യാവന്നല്ലേ ചേട്ട തുള്ളാമന്നല്ലേ വേട്ടയനല്ലേ രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത ഗാത്രികൾ വിവാഹ പൂർവ രാത്രികൾ ഇനിയേഴു സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത രാത്രികൾ വിവാഹ പൂർവ രാത്രികൾ ഇനിയേഴു സുന്ദര രാത്രികൾ മാനസ സരസിൽ പറന്നിറങ്ങിയ ആരാള കന്യകളെ മനോഹരാംഗികളെ നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ നിങ്ങളുടെ പവിഴ ചുണ്ടിൽ നിന്നൊരു മംഗളപത്രമെനിക്കു തരൂ ഇത്തിരി പൂ പകരമിപ്പൂ തരാം ഏഴു സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വികാര തരളിത രാത്രികൾ വിവാഹ പൂർവ രാത്രികൾ ഇനിയേഴു സുന്ദര രാത്രികൾ Growing a bit of like when I step into the jungle, so there was no group up. Never I move up, never know when I Royal Rumble. But when I come through, you know what I love to. I send shots for your team and leader. I can still witness this fact that they hate the wars get sweet just like a right, you know. Yo, listen, you hear that? Killers in the jungle. Killers in the jungle.
Killers in the jungle. Yo, listen, you hear that? Killers in the jungle. Killers in the jungle. Killers in the jungle. Yo, you hear that? Over, smell the aroma. Them done that a very long time, been around, when the skinny couldn't wake from a coma. Listen, you hear that? Shots get fired in the walls, right? Just like a blizzard embers. Nothing ain't crisp when they end up in the jungle. Yo, listen, you hear that? Killers in the jungle. Killers in the jungle. Killers in the jungle. Yo, listen, you hear that? Killers in the jungle. Killers in the jungle. Killers in the jungle. Yo. Pull up the tune, pull up the room, straight to the DJ. Pull up the tune, pull up the room, straight to the DJ. Pull up the tune, pull up the room, straight to the DJ. Pull up the tune, pull up the room, straight to the moon again. Oh. കുട്ടനാട് കുഞ്ചയില് കതിരുകൊയ്ത് കച്ചമെതിച്ച് പറ്റിത്തെരിച്ച് കത്തിയെടുത്തോരരികഴുകി ചെമ്പിലടച്ച് വാക്കുകൂടി ഇടവിരിച്ച് തുമ്പപ്പൂഞ്ചോറു വിളമ്പാൻ വാ പെണ്ണാളെ കരിച്ചേലുള്ള കണ്ണാളെ എന്റെ കുട്ടി വളയിട്ട് കയ്യാളെ തുമ്പപ്പൂഞ്ചോറു വിളമ്പാൻ വാ നിൻചൊടിയിനകൾ തോക്കും തക്കാളിയിട്ട് നിൻചൊടിയിനകൾ തോക്കും തക്കാളിയിട്ട് സാമ്പാറും ഇളക്കി വെച്ച നോക്ക് കറിവേപ്പിലയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചുമല്ലേ അവിയലിളക്കി വെച്ച കൂട്ടുകറി കൂട്ടി വച്ച് തനതിന്ത തനതി
ചുഞ്ചയിൽ കതിരുകൊയ്ത് പുളിശ്ശേരി കണ്ടേ ഞാൻ മയങ്ങി നിന്റെ നിറമൊടുങ്ങും പരിപ്പായി ഞാൻ കുറുകി തോരന് കടുകുമ്പോൾ പകരമെന്തി നൽകിയിടുക്കൂടെ കനലില്ല കനലില്ല കനലില്ലായി കനലില്ല 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 ചെമ്പിരടച്ച് മാത്തുപോയി തുമ്പത്തൂ കുട്ടനാടൻ ചുഞ്ചയിലെ കതിര് കൊയ്ത് കനതെന്ത 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 ഓ താങ്ക് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു. നിങ്ങളെല്ലാം പല സ്ഥലത്തു നിന്ന് പല ദൂരത്തു നിന്ന് ഇതെല്ലാം കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇതിങ്ങനെ ഒരു കാര്യം ഓർഗനൈസ് എന്ന് പറഞ്ഞൊരു ചില്ലറ കാര്യമില്ലാന്ന് എനിക്കറിയാം. സോ ഐ റിയലി അപ്രീഷിയേറ്റ് ദി എഫേർട്സ് ദാറ്റ് യു ഹവ് ടേക്കൺ ടു ബ്രിങ് joy into all of our lives. And from the bottom of my heart, I really enjoyed it, especially a skit പിള്ളേരുടെ ഡാൻസും ആന്റിമാരുടെ പറയേണ്ട ആവശ്യമില്ല. So let's all give each other a big round of applause. So yeah, this was a really good experience. I'm sure that each and every one of you had a good time. And again, from the bottom of my heart, thanks once again. Yeah, Joe pinna parayanda avashyamilla. Special mention. There is Joko. Joe, come on man. Round of applause for it. That was really something else. Yeah. I think at this rate, if we go, maybe the next Mother Map will be a Tomorrowland event. Anyway, yeah. So again, once again, from the bottom of my heart, thank you so much. I really needed this also. Thank you. വളരെയധികം എഫർട്ടും വളരെയധികം ഡെഡിക്കേഷനോട് നിങ്ങളുടെ കുടുംബത്തോടുള്ള സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് ഞാനിതിനെ കണക്കാക്കുന്നു. എല്ലാ ബന്ധുമിത്രാദികളും അയൽക്കാരും ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സഹകരണത്തിന് കൃതജ്ഞതയോടെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഇത് ഓർഗനൈസ് ചെയ്യാൻ ബോളിൻ്റെ നേതൃത്വത്തിൽ ചെയ്ത മഹത്തായ ശ്രമങ്ങളെ ഞാൻ ആത്മാർത്ഥതയോടുകൂടി അനുസ്മരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞു, ഇനി വയറ് നിറയണം. എല്ലാവരും വയറ് നിറയെ ഭക്ഷണം കഴിക്കണം.
ഞാൻ കൂടാതെ ഫെലോഷിപ്പ് ഉണ്ട്. അത് നല്ലൊരു രീതിയിൽ എല്ലാവരും യാതൊരു മടിയും കൂടാതെ അതിൽ പങ്കുചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ നാമത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനോടും ബഹുമാനപ്പെട്ട സിസ്റ്റർ സെലിനോടും ഞാൻ ആത്മാർത്ഥതയോടും ഇവരുടെ ജീവിതത്തിനു വേണ്ടി അവർ പറഞ്ഞ പ്രാർത്ഥനകൾ, അതുപോലെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലെ കാര്യങ്ങൾ ജീവിതത്തെ പ്രതിഫലിപ്പിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവവും പരമശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധരുമായ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.